നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് എരും പുളിയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ബിഗ് ബോസ് കാണാനായിട്ടൊരു സുഖം. ഒന്നുമില്ലെങ്കിൽ വല്ല പിള്ളേർ വല്ല ആപ്റ്റോപ്സ് ഇട്ട് നടക്കുക, അങ്ങോട്ടൊരു ഉമ്മ കൊടുക്കുക, ഇങ്ങോട്ടൊരു ഉമ്മ കൊടുക്കുക, എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് പ്രേമിക്കുക, കെട്ടിപ്പിടിക്കുക, ഇതൊക്കെ കാണുന്നത് നമുക്കൊരു സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു ആർക്കായാലും, എത്ര വയസ്സായ ആൾക്കാർക്കായാലും ചെറുപ്പക്കാർക്കായാലും അതാണല്ലോ ഫോൺ വീഡിയോ ഒക്കെ കാണാനായിട്ടും നെറ്റിൽ ഈ വക സാധനങ്ങളൊക്കെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ സീരിയൽ കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ചെന്ന് കയറി കാണുന്നത്. അപ്പോൾ അത് ബിഗ് ബോസിൽ കാണുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു സന്തോഷം. ആരെങ്കിലുമൊക്കെ ഉമ്മ വയ്ക്കുകയെ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കെട്ടിപ്പിടിക്കുകയെ, പരിപാടി ചെയ്യുകയെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ നോക്കി നടക്കണം. അവിടേക്കൊക്കെ ചൂട്ട് കൊണ്ട് നടക്കണ ആൾക്കാരെ നമുക്ക് പറഞ്ഞാൽ മതി. ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇവരൊക്കെ ഏതാ 16-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ജീവികളാണ് തോന്നുന്നുണ്ട്. ഇവരെയൊക്കെ അന്യഗ്രഹത്തിലേക്ക് കയറ്റി വിടണം. ഈ അനുവിനെ പോലെയുള്ള അനുമോള് പോലെയുള്ള മോളെയൊക്കെ ഇവരൊക്കെ ശരിക്കും ഇവർക്കൊന്നും പുറത്തിറങ്ങി നടക്കുന്നില്ലേ? എന്താണ് ആ മറൈൻ ഡ്രൈവിലേക്കൊന്നും നിങ്ങൾ ചെല്ല്. എത്ര ആൾക്കാർ കിസ്സടിക്കുന്നത് കാണാം, എത്ര ആൾക്കാർ കെട്ടിപ്പിടിച്ചത്, ഫെവിക്കോൾ ഒട്ടിച്ച് പിടിച്ച കെട്ടിപ്പിടിക്കുന്നത് കാണാം. അത്യാവശ്യം അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ കാട്ടിലും മറയിലൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ കയറിക്കോ, ഇതന്നെ പരിപാടി. ട്രെയിനിൽ കയറിക്കോ, ഇതന്നെ പരിപാടി. ഇനിയിപ്പോൾ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ചെന്നാലും അതും അവിടെ ഉണ്ട് ഈ വക പരിപാടി. എന്തിനേറെ പറയുന്നു, ഇപ്പം നമ്മൾ ഈ ടെലികാസ്റ്റ് കാണിക്കുന്ന ഈ സീരിയലിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത്, പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാണ് കെട്ടിപ്പിടിക്കുന്നത്, എങ്ങനെയൊക്കെ ഉമ്മ വയ്ക്കുന്നത്, എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നതിൽ. സിനിമയിൽ എന്തൊക്കെ കാട്ടിക്കൊണ്ട്, ഫാമിലി സിനിമ എന്ന് പറഞ്ഞിട്ട് അതിൽ കയറി കാണുന്നതിൽ എന്തൊക്കെ കാട്ടിക്കൊണ്ട്, ഇതൊക്കെ ഒരു ശരിക്ക് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ആസ്വാദനമായിട്ട് കാണാം. നമ്മളതിനൊക്കെ വിമർശിക്കാൻ നിന്നാലും അതിനൊക്കെ നമ്മൾ വലിയ തെറ്റാണ്, നിങ്ങൾ കെട്ടിപ്പിടിക്കാൻ പാടില്ല, നിങ്ങൾ ഉമ്മ വയ്ക്കാൻ പാടില്ല, നിങ്ങൾ കല്യാണം കഴിച്ചവർ മാത്രം നിങ്ങൾ പരിപാടി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയണത് ഇവരൊക്കെ ശിലായുഗത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. എനിക്കിതിൽ യാതൊരു വക ഈ അനുമോള് പറഞ്ഞത് പച്ച കള്ളാണ്. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അനുമോള് പറഞ്ഞത് പച്ച കള്ളാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവൾ ഇന്നലെ കാണിച്ച എന്തൊക്കെ നാടകങ്ങൾ അവൾ കാണിക്കുന്നത്. ജിസേലിനെ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട്, ഇതുപോലെ ആര്യനെ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട്, ആര്യൻ്റെ അടുത്ത് ഇവൾ ആദ്യം കൊഞ്ചും കുഴയാനും ആര്യൻ്റെ മേത്ത് തടവാനും ഒക്കെ പോകുന്നുണ്ടെന്നുള്ള ആര്യം പറഞ്ഞല്ലോ. ആര്യം പറഞ്ഞാൽ എന്താണ്, ഇവളൊരു സുഹൃത്തായി പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെയാണോ മറ്റുള്ള കാര്യങ്ങളെന്ന് ആര്യം പറഞ്ഞത്. അപ്പോൾ അത്രയും മോശം സ്വഭാവമാണെന്ന് ആര്യനും ജിസേലും അവിടെ 100 പ്രാവശ്യം ആണിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ആര്യൻ്റെ അടുത്ത് നിന്നതിന് മുമ്പ് കുറേ വീഡിയോകളൊക്കെ ഉണ്ട്. ആര്യൻ്റെ കുണ്ടിയമെ അവൾ അടിക്കിന്, അതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് അടിക്കിന്, അവളായിട്ട് കിടന്ന് വർത്തമാനം പറയണം, എന്തൊക്കെ കുഴച്ചിലേക്ക് കടന്നു ആദ്യം. പിന്നെ രണ്ടുപേരും പ്രേമാന്ന് വരെ അതിൻ്റെ ഉള്ളിലുള്ളവർ പറഞ്ഞു വരുത്തി. ഇപ്പോൾ ആര്യം ബാക്കൗട്ട് ചെയ്തത് ഇനിയിപ്പോൾ ജിസേലിൻ്റെ കൂടെ കയറി കിടക്കാനോ, ജിസേലിൻ്റെ അമ്മിഞ്ഞ പിടിക്കാനോ, അല്ലെങ്കിൽ ജിസേലിന് ഉമ്മ കൊടുക്കാനോ ഒന്നല്ല. ആര്യനും നമ്മുടെ ജിസേലും എന്ന് വെച്ചാൽ അവർ ഒരു നല്ല ഗെയിമർമാരാണ്. അവർ നല്ല കളിക്കാരാണ്. അവർ ലോകം കണ്ട ആൾക്കാരാണ്. ഈ ആരിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് എന്താ അറിയുക? അപ്പോൾ അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയൊക്കെ ഇവർ സദാചാര പോലീസ് ഇത്രയും ബഹളങ്ങളൊക്കെ ആ ജിഷണയ്ക്കിന് തനി വിഷട്ടക. അവനൊന്നും കുടിക്കനെ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതാണല്ലോ 2 പെണ്ണുങ്ങൾ അവൻ്റെ കൂടെ ജീവിതം അവസാനിപ്പിച്ച് പോയത്. ഇതുപോലെ പെണ്ണുങ്ങളെ എരിതീരിയിൽ എണ്ണ കൊഴിക്കാനും കുടച്ചവർത്താനം പറയാനും ഇവരെ തല്ലുപിടിപ്പിക്കാനൊക്കെ വന്നിട്ടുള്ള ആളാണ് അവൻ. അപ്പോൾ അവനും കൂടി അനുമോൾക്ക് കിട്ടിയപ്പോൾ അനുമോൾക്ക് ഡബിൾ ശക്തിയായി, സൂപ്പർമാനായി. അവൾ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണ്ട, എൻ്റെ സ്ഥലത്ത് വയ്ക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കരയുന്നത്, ഞാൻ ഇവിടെ ഇരുന്നാണ് ചെറിക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഈ ബാത്റൂമിൽ ഞാൻ തോർന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജിഷൻ എന്നുണ്ടായി ഇവളുടെ സഹതാപം പിടിച്ചു പറ്റി അങ്ങോട്ട് കയറി. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇന്നലെ രാത്രി അവിടെ നടക്കുമ്പോൾ ജിഷൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ നടന്നതെന്നുള്ളത് നമുക്ക് ഡെമോ കാണണം. ഇനി ഡെമോ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഡെമോയിൽ അഭിനയിക്കാനായിട്ട് അവിടെ ആൾക്കാരെ തെക്കും തിരക്കും ബഹളം. അനുമോളാണ് അപ്പോഴേക്കും മസ്താനി പോയിട്ട് പുതപ്പ് കൊണ്ടുവന്നു. പുതപ്പ് എങ്ങനെയാണ് മൂടിയത്, എങ്ങനെയാണ് കിസ്സടിച്ചത് എന്നൊക്കെ കാണിക്കാനായിട്ട്. ഈ മസ്താനിക്ക് വല്ല നാണണ്ട. മസ്താനി ഇന്നലെ ഇത് പറഞ്ഞതിൻ്റെ ഇടയിലൊന്നും പറഞ്ഞു പോവാൻ നല്ലത് കേട്ടോ. മസ്താനി ഇന്നലെ 1-2 ഡയലോഗ് പറഞ്ഞു ആ റെന ഫാത്തിമേനെ കുറിച്ചിട്ട്. റെന ഫാത്തിമ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയില്ല കുട്ടിയുടെ കാര്യം.
അതിനെത്ര ചെറുപ്രായത്തിൽ അത് വല്ല തുണിക്കടയിലൊക്കെ നിന്ന് അതിൻ്റെ കുടുംബം നോക്കാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുക. ആകെ അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അത് ജീവിക്കുന്നത്, അതിൻ്റെ കുടുംബം ജീവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടും, അതിലെന്തെങ്കിലുമൊക്കെ 10 രൂപ കിട്ടി കഴിഞ്ഞാൽ അനിയത്തിക്കും ആ ഉമ്മയ്ക്കും ഒക്കെ കൊടുത്ത് അവൾ ജീവിച്ചു പോവുക. അങ്ങനെയാണ് ഈ ബിഗ് ബോസിൽ വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇവരെല്ലാവരും വലിയ സാമ്പത്തികമുള്ളവരോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ജീവിക്കുന്ന ഒരു കുട്ടിയത്. ജീവിതം എന്താണെന്ന് ഈ വയസ്സിനിടയിൽ മനസ്സിലാക്കിയ കുട്ടിയാണ്. അപ്പോൾ ഈ മസ്താനി പറഞ്ഞ എന്താ, അവളുടെ ഉമ്മ, നിൻ്റെ ഉമ്മ അറബിക് കല്യാണം കഴിച്ചാലടി നീയൊക്കെ എന്ന് പറയുന്നത്. എന്ത് ആ സംബന്ധം. പുറത്തുള്ള ഇവർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ പല രഹസ്യങ്ങളും അങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇവിടെ വന്ന് ഓപ്പണായിട്ട് നാട്ടുകാരെ അറിയിക്കാനാണോ ഈ മസ്താനി ഇതിൻ്റെ ഉള്ളിൽ കയറുക എന്നുള്ളത്? അപ്പോൾ റെന പറയുന്നുണ്ട്, അതേ നിങ്ങളെക്കുറിച്ച് എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡുള്ള കാരണം നിങ്ങളെക്കുറിച്ച് ഞാൻ പറയില്ല. നിങ്ങൾ പുറത്ത് എന്തായിരുന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നാണക്കേടാ. പക്ഷേ ഞാനത് പറയില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം അവിടെ ഒതുക്കുന്നുണ്ട്. പക്ഷേ അതിന് വളരെ ഫീലിങ്സായി അതിൻ്റെ ഉമ്മേനെ പറ്റി പറഞ്ഞത്. അത് ഒരുപാട് കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ കയറിയിട്ടുണ്ട്. പുറത്തെ കളി കണ്ടിട്ട് ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് കയറി വെക്കുക. ചിലവർ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ ഈ വൈറ്റ് കാർഡ് കയറിയവരൊക്കെ തനി വേസ്റ്റാണ്. ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും വൈറ്റ് കാർഡ് നല്ലത് കയറുമെന്ന് വിചാരിച്ചു. ഇതൊക്കെ തനി ഏഴാങ്കൂലികളാണ്. നമുക്കൊന്നും അതിനൊന്നും കിട്ടാനില്ല. എന്നിരുന്നാലും ഇവരവിടെ കിടന്നിട്ട് നിൽക്കുന്നവർക്ക് വെള്ളം കൂട്ടില്ലോ. അത് കാണാനായിട്ട് രസം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഡെമോ കാണിക്കണം എന്നാണ് പറഞ്ഞത്. ഡെമോ കാണിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നതും പിടിക്കുന്നതും. ഇവർക്കൊക്കെ നാണാവില്ലെന്ന് ചോദിക്കുന്നത്. ഇത്രയും വലിയൊരു ഷോല് ഈ പെൺകുട്ടീനെ ഈ മിസൈലിനെ ഇത്രയധികം മാനക്കെടുത്താനും ഇതുപോലെ ചെയ്യാനായിട്ടും മിസൈൽ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു തെറ്റുമില്ല. ഒരു കിസ്സല്ല അടിച്ചു എന്നല്ല പറഞ്ഞു, ഒരു ഉമ്മ കൊടുത്തെന്നല്ലേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും മുകളിലും ചോട്ടിലും കിടന്നിട്ട് പരിപാടിയൊന്നും ചെയ്തില്ലല്ലോ. ഒരു ഉമ്മ കൊടുത്തു. അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. പക്ഷെ അത് ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞ് സമ്മതിക്കാനായിട്ട് ആർക്കായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ തെളിവുകൾ നിരത്തി പറയണം. അല്ലാണ്ട് ഇവളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് രാത്രി ഉറക്കമില്ല. ആരൊക്കെ ആരെ മുകളിലേക്കാണ് കയറി കിടക്കുന്നത്, ആരൊക്കെ ചറ്റപ്പൊക്കെ എടുക്കുന്നത്, ആരൊക്കെ എന്തെങ്കിലും അവിടെ ബിഗ് ബോസിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരാണ്, ആരെങ്കിലും അഭീതത്തിന് നടക്കണ്ടോ എന്ന് ഇവൾ ഉറക്കമില്ലാണ്ട് കിടന്ന് നടക്കുന്ന ആളാണ്. അപ്പോൾ പകല് വലിയ ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. അതുപോലെയുള്ള സ്വഭാവം. അന്ന് തന്നെ നിങ്ങൾ നോക്കുക, ഒരു 2 മണിക്ക് മനുഷ്യരാരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണോ എല്ലാവരും കിടന്നുറങ്ങുക. ഇവളെ കിറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഗിസേലിൻ്റെയും അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഉറങ്ങണതിൻ്റെ ആ പുതപ്പ് ഒന്ന് പൊന്തിച്ച് നോക്കണം. ആ പുതപ്പ് ഇടയ്ക്ക് എനങ്ങണൊക്കെ കണ്ടു. എനങ്ങണൊക്കെ കണ്ടപ്പോൾ അവിടെ പരിപാടി നടക്കുകയാണെന്ന് ഉള്ള വിചാരം. അപ്പോൾ വെറുതെ ചെന്ന് പൊന്തിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ള 2 മണിക്കുള്ള നമ്പർ എടുത്തു. എൻ്റെ കിറ്റ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് ആ പുതപ്പ് അങ്ങോട്ട് എടുത്തു. പുതപ്പ് എടുത്തപ്പോൾ എന്തുണ്ടായി, ഇവർ 2 പേരും കിടന്ന് ഉറങ്ങണ്, മുഖത്തോട് മുഖം നോക്കി കിടന്ന് ഉറങ്ങണ്. അപ്പോൾ പെട്ടെന്ന് ജിസയിൽ എനിറ്റോട് കൂടിയിട്ട് പുതപ്പ് താഴെ പോയോട് കൂടിയിട്ട് അവളുടെ ശരീരത്തിലുള്ള ഡ്രസ്സൊക്കെ മാറ്റി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ റെഡിക്ക് വെച്ചു എന്നാണ് പറയണത്. മോലാതെ അവിടുത്തെ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ തന്നെ ജിസേലിൻ്റെ ഡ്രസ്സ് വളരെ കുറവാണ്. അതൊക്കെ നിങ്ങളുടെ ആകുമ്പോൾ ചിലപ്പോൾ ഉറങ്ങണ നേരത്തെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചാടി കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ശരിക്കും വെച്ചു. അത് അവൻ പിടിച്ചിട്ടല്ല അത് ചാടി കിടന്നത്, ഇന്ന് ശരിക്കും വെച്ചു. അപ്പോൾ ഇവിടെ ഉറപ്പിച്ചു ഇവർ 2 പേരും ഉമ്മ കൊടുത്ത് കിടക്കണം. അത് ഞാൻ കണ്ടു. എൻ്റെ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കാണാം. അല്ലാണ്ട് രാത്രി 2 മണിക്ക് ഉള്ള കിറ്റ് ചോദിച്ചിട്ട് ഇവിടെ കിടന്ന് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ കിറ്റ് ചോദിച്ച് നടന്നാൽ എന്നെ ഏറ്റവും വലിയ ഉടായിപ്പാണ്. ഇതൊക്കെ പിറ്റേ ദിവസം വിളമ്പുക. അപ്പോൾ ആരും ഇന്നലെ അവളെ അടിക്കാനായിട്ട് കൈ ഓങ്ങിയതാണ്. പക്ഷെ എല്ലാവരും കൂടി പിടിച്ചു. പക്ഷെ ആരും അടിക്കൊന്നുമില്ല. ആരും അടിച്ച് പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെണ്ണിനെ പ്രത്യേകിച്ചും ഇവളെ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ പെണ്ണുങ്ങളടിച്ച് കൈ ഇവളെപ്പോലുള്ള പെണ്ണുങ്ങളടിച്ച് കൈ നാശാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവളൊക്കെ സ്പോട്ടിൽ കട്ട് ചെയ്ത് വിടാൻ വേണ്ട. ഇങ്ങനെ ഒരാൾ ബിഗ് ബോസിൽ വേണ്ട എന്നാണ് ലാലേട്ടൻ വരുന്നിട്ട് ചെയ്യേണ്ടത്. ഇതിനു മുമ്പ് പുറത്താക്കിയിട്ടുണ്ട്. നമ്മുടെ ഫിറോസ് ഖാനെ പുറത്താക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പെണ്ണിൻ്റെ അഭിഹിതം ഇവിടെ ഞാൻ പറയും ഇന്ന് പറയും നാളെ പറയും എന്ന് പറഞ്ഞു കൂട്ടിയിട്ട് എന്തുണ്ടായി, അപ്പോൾ പിടിച്ച് പുറത്താക്കി. ഇത് പറയുക ചെയ്തത് ഒരു അഭിഹിതം ഇല്ലാണ്ട് ഒന്നൊരു തെളിവും ഇല്ലാണ്ട് വെറുതെ ഗിസേൽ എന്ന് പറഞ്ഞാൽ മാന്യമായുള്ള ഒരു സ്ത്രീ ഗിസേൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗിസേൽ നോക്കിയാൽ ചെറുതായിട്ടൊന്ന് കരഞ്ഞു, അത്രമാത്രം. നല്ല പവറിങ്ങുള്ളൊരു സ്ത്രീ അതൊക്കെ ഹിന്ദി ബിഗ് ബോസും അവിടെയൊക്കെ എന്താ നടക്കണമെന്നില്ല ഈ മലയാളികൾ ഈ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് കാണും. നിങ്ങൾ ഇടയ്ക്കൊന്നൊരു ബിഗ് ബോസ് കയറി കാണും. അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് അറിയാം.
ഇന്നലെ തന്നെ ബിഗ് ബോസ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു അക്ഷരം മിണ്ടി അവരോട് ആരെങ്കിലോടൊന്നും മിണ്ടില്ല. കാരണം എന്താ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചീള് കേസുകളാണ്. ഈ ചീള് കേസുകളിൽ ബിഗ് ബോസിന് സംസാരിക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെ പ്രാന്തന്മാരായ കാരണം കിടന്ന് തിക്കും തിരക്കും ബഹളം കൂട്ടണത് അല്ലേ പ്രേക്ഷകരെ ശരിയായിട്ടുള്ളത്? പിന്നെ ഈ അനുവിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയൊരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവ അതിൻ്റെ ഉള്ളിൽ ചാത്തനുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചാത്തനെ ആവാഹിച്ച് അതിൻ്റെ ഉള്ളിൽ കുടിയിരുത്തിയിട്ടുണ്ട്. അതാണ് ഇവള് പാവ ഒരു സ്ഥലത്ത് നിലത്ത് വയ്ക്കാത്തത്. എവിടെ പോവായാലും പാവ ഇവള് കയ്യിൽ വയ്ക്കും. ജയിലിൽ പോയപ്പോഴും ഇവൾക്ക് പാവ ആവശ്യമാണ്. അപ്പോൾ ആ പാവേനെ ആരെങ്കിലും തൊട്ടാൽ അവൾ ഭദ്രകാളിയായിട്ട് മാറും. എന്താ കാരണം? പാവയുടെ ഉള്ളിൽ കൂടോത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ചാത്തൻ്റെ കൂടോത്രം അവിടെ കാണാണ്ട് ഉള്ള കയ്യിൽ. അതുകൊണ്ടാണ് ഇവൾ ഇതുപോലെ വയലൻ്റായിട്ടും ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇസൈലെന്ന് പറയുന്നുണ്ട്, നീ അത് സ്വപ്നം കണ്ടതാ, ഞാനും ആരെയും ഉമ്മ വയ്ക്കുന്നത് നീ സ്വപ്നം കണ്ടതാന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? അപ്പോൾ ഇവളുടെ കയ്യിൽ നല്ല കൂടോത്രമുണ്ട്. ഈ അനുമോളെ അറിയുന്നവരൊക്കെ ഈ നമ്മുടെ ഡമാർ പടയ അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ട്. അവരാരും പറയണ വെച്ചാൽ ഇത് അനുമോളല്ല, അനുമോൾ ഇങ്ങനെയല്ല. അനുമോൾ ഇങ്ങനെ ആരോടും ഇത്ര വലിയ അലമ്പുണ്ടാക്കാനോ തിക്കുന്നിരക്കും കൂട്ടാനോ അതുപോലെ അനാവശ്യ വാക്കുകൾ പറയാനോ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറേ അല്ല അനുമോൾ എന്നാണ് പറയുന്നത്. അവൾ കുടുംബം നോക്കണം, ജീവിക്കണം എന്നുള്ള നിലയിൽ 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് നടക്കുന്ന ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ ആ ആൾ ഇങ്ങനെ ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെ ഇത്ര ഒരു തീപ്പന്തായിട്ട് മാറണമെങ്കിൽ അവളുടെ പാവേരുടെ ഉള്ളിൽ ചാത്തനുണ്ട്. അതാണ് ഞാൻ പറയണത്. എല്ലാവരും പാവ മേടിച്ച് തോരിക്കറിഞ്ഞ ആളുണ്ട്. ആരെങ്കിലും ഒരാൾ ആ പാവ മേടിച്ചൊന്ന് കീറിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ തകിട് കാണാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വിഷ്ണുമായയുടെ ഏതെങ്കിലും ചെറിയ രൂപങ്ങൾ കാണാം. നമ്മൾ ഒരു കല്ലിന് ഒരു ദിവസം വെറും കരിങ്കല്ലിന് നമ്മളൊരു 10 ദിവസം അവിടെ തിര കത്തിച്ച് ഒരു ചന്ദനത്തിൽ കത്തിച്ച് വെച്ചാൽ അതിനൊരു ചൈതന്യം വരും. ആ ചൈതന്യം നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലും തലച്ചോറിലും നമ്മുടെ രക്തത്തിൽ വരെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളൊക്കെ വേറൊരു പെട്ടെന്നൊരു നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അതാണല്ലോ നമുക്കിവിടെ നമ്മളൊരു ചൈതന്യമുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ ദിവസം പാട്ട് വയ്ക്കുന്നത്, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ദിവസങ്ങളായിട്ട് അവിടെ വിളക്ക് വയ്ക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൻ്റെ അടുത്ത് നമ്മളെന്തെങ്കിലും ചെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നമുക്ക് നടന്നു വരും. അതേപോലെ തന്നെ വിഷ്ണുമായ അമ്പലം നമ്മുടെ പെരുങ്ങോട്ടരയുള്ളത്, അവിടെ പോയി നമ്മൾ അവിടെ നിന്ന് പോയി അവിടെ ഒരു ചാത്തൻ്റെ രൂപം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടേക്കുക, ഒരു ഫോട്ടോ മേടിച്ചു കൊണ്ടേക്കുക, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നടന്നു വരും. പക്ഷെ അത് കൃത്യമായിട്ട് കൊണ്ട് നടന്നില്ലെങ്കിൽ നശിപ്പിച്ചിട്ട് പോവുള്ള ചാത്തട്ട. ചിലപ്പോൾ കഞ്ഞിക്കലത്തിലൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ കഞ്ഞിക്കലത്തിലൊക്കെ തീട്ടം കണ്ടി കിടന്ന് മറിയും. അതും ഉണ്ടാക്കും ചാത്തൻ ദോഷം ചെയ്യും. ചാത്തൻ പാനത്രയാണ് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ കൊണ്ടുവന്ന് എനിക്കുള്ളതെല്ലാം തന്ന് എന്നെ സന്തോഷിപ്പിച്ച് കൊണ്ട് നടന്നാൽ നിങ്ങളുടെ പിന്നിലും മുമ്പിൽ ഞാനുണ്ട്. പക്ഷേ എന്നെ മറന്നുകൊണ്ട് 10 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ മറന്നുകൊണ്ടായി കഴിഞ്ഞാൽ ആ 10 രൂപയും കളയും നിങ്ങളെ ഞാൻ തകർത്ത് നിങ്ങളുടെ കുടുംബം തകർക്കും, നിങ്ങളുടെ 7 തലമുറേനെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരമാണ് ചാത്തൻ. അതുകൊണ്ട് ചാത്തനെ കൂടെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത് ചാത്തൻ്റെ ഒരു ഉപദ്രവം, ചാത്തൻ്റെ എന്തോ അവളുടെ പാവേര ഉള്ളിലുണ്ടെന്ന് എനിക്ക് വലിയ ബലമായൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് വിളിച്ച് പറയുമോ? കാണാത്ത കാര്യങ്ങൾ കണ്ടുവെന്നും ഓരോന്ന് ചിന്തിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വടക്ക് നോക്കി യന്ത്ര സിനിമയാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. മുമ്പ് തന്നെ ഗിസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഭാര്യയും അയാളുടെ വല്യമ്മ മരിച്ചതിൻ്റെ ദുഃഖത്തിലിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആരെയും കിസ് കൊടുക്കാനോ മറ്റുള്ള അതിൻ്റെ ഉള്ളിലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വികാരങ്ങൾ വരാനുള്ള ഒരു സ്ഥലമൊന്നും അല്ല അത്. പിന്നെ നമ്മളൊക്കെ അവിടെ കളിക്കാനെല്ലാ മത്സരാർത്ഥികളും കളിക്കാനാണ് പോണത്. അവിടെ കളിച്ച് നമുക്ക് നമ്മുടെ കുടുംബക്കാർ കാണും, നാട്ടുകാർ കാണും, സുഹൃത്തുക്കൾ കാണും. ഇതൊക്കെ കാണുമ്പോഴുള്ള ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ നമുക്കിത് പുറത്തിറങ്ങിയാൽ ഇവരെ മുഖത്ത് നോക്കേണ്ടതാണ്. നമ്മളവിടെ ഈ പരിപാടിക്കാണോ പോണത്? ഒരിക്കലും അല്ല. അത് ആരുടെ ചിന്തയിൽ പോലും ഇല്ല. ആരും അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങളെ കാണാണ്ട് കിടക്കണവരൊന്നുമില്ല. ഇഷ്ടംപോലെ പെണ്ണുങ്ങളെയും കണ്ട് പരിപാടിയും ചെയ്ത് നടക്കുന്ന ആണുങ്ങളുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതിന് ആണുങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ഒരു അപൂർവ വസ്തുവൊന്നുമല്ല, ഈ നാട്ടിൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമല്ല. 10 രൂപ തയ്ച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ പെണ്ണല്ല പെടക്കോഴിയല്ല എന്ത് വേണമെങ്കിലും കിട്ടുന്ന നാടാണ് നമ്മുടെ. അപ്പോൾ അതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് അവരെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു ഉമ്മയ്ക്ക് വേണ്ടിയോ
ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയോ ഒന്ന് തട്ടാനും മുട്ടാനോ എന്തിനാണിത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിന് തയ്യാറായിട്ട് തന്നെ ഒരുപാട് പെണ്ണുങ്ങൾ ഇവിടെ നാട്ടുകാർ നടക്കുന്നുണ്ട്. അവരെ പോയി മുട്ടിക്കൂടെ? എന്തിനാ ഈ നാട്ടുകാർ മുഴുവൻ 83-90 ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? ഇത് സത്യവിരുദ്ധമാണ്. ഇത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഇതിനെ പൊലിപ്പിച്ച് കാണിച്ച് നമ്മുടെ ഗിസേലിനെയും ആര്യനെയും ടാറടിച്ച് കാണിക്കാനുള്ളൊരു തന്ത്രമാണ് ഈ അനുമോൾ ചെയ്തത്. ആ തന്ത്രം പൊളിച്ച് കയ്യിൽ കൊടുക്കണം നമ്മൾ വേണ്ടത്. അതുമല്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാരെ, ഇത്തരം നുണ പറയുന്ന ആൾക്കാരെ അവിടെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇവർക്ക് ഇനിയൊന്നും പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് എന്താ കാര്യം? ഓരോ പണിഷ്മെൻറ്റ് ഇപ്പോൾ ലാലേട്ടൻ വന്ന് കൊടുത്തു, കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്താ അനുമോളുടെ പ്രശ്നം? കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ടും മനസ്സിലാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് പൊറപ്പിക്കരുത്. ലാലേട്ടൻ വന്ന് ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇനി വേറെ പെൺകുട്ടികൾ അവിടെ ഇല്ലേ? വേറെ ആൺകുട്ടികളില്ലേ? നാളെ ഈ അനുമോൾ അതും പോയി കണ്ടുവെന്നും പറഞ്ഞ് വരില്ലേ? എന്ത് കണ്ടു എന്നാണ് പറയുന്നത്? ജിസേലിൻ്റെയും ആര്യനെയും കിടക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ ക്യാമറയുണ്ട്. ക്യാമറ കാണാത്തത് ഇവർ കണ്ട. അപ്പോൾ അതാണ് ഞാൻ പറയണത്, ഇതെല്ലാം തട്ടിപ്പാ, എല്ലാം ഉടായിപ്പാ. ഇതൊക്കെ ഒന്നുമില്ലാണ്ട് വെറുതെ ഇവരൊക്കെ പറയണ കേട്ട് കഴിഞ്ഞാൽ, ഇവർ പറയണ നുണ കേട്ട് കഴിഞ്ഞാൽ നിൽക്കണ മരം ചാഞ്ഞ് വരും. അതിനൊപ്പം ചൂട്ട് പിടിക്കാനായിട്ട് അവളുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി കമ്പനികൾ കൂടി കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് നടക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തായാലും ഇതൊക്കെ പറ്റി പറയുമ്പോൾ വീഡിയോ കുറേ നീണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് നിർത്തേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാത്തൻ്റെ കാര്യം ഒന്ന് സൂക്ഷിച്ചോളൂ. ഓക്കെ.